നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ SP125 ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസിലെല്ലാം കണ്ടു. SP125 കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഫിസിക്കലി വണ്ടി പോയി കണ്ടു, ഓടിച്ചു നോക്കി. കിടുക്കൻ വണ്ടിയാണ്. ഒരുപാട് മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ലൈറ്റ്സ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മീറ്റർ എല്ലാം ഒരുപാട് ഫീച്ചേഴ്സിലൂടെയുള്ള വണ്ടിയാണ്. വണ്ടിയാണെന്നല്ല, വണ്ടിയായി മാറിയിരിക്കുകയാണ് SP125. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. വീഡിയോ അവസാനം വരെ കാണാം. അതുകൂടാതെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ നോർത്ത് പറവില ആര്യഭംഗി ഹോണ്ട ഷോറൂമാണ്. അവരുടെ മാനേജറും സെയിൽസ് സ്റ്റാഫുമാണ് നമ്മളിതിന് ഈ വീഡിയോയ്ക്ക് വേണ്ടി വണ്ടി അറേഞ്ച് ചെയ്തതും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ. ഇപ്പോൾ ഹോണ്ടയുടെ ഏത് വെഹിക്കിൾ എടുക്കാനായാലും, സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ മോട്ടോർ സൈക്കിൾസ് ആയിക്കോട്ടെ, ഇനി ഹൈനസ് അങ്ങനെയുള്ള വണ്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നോർത്ത് പറവൂര് ആര്യഭംഗി ഹോണ്ട ഷോറൂം കോൺടാക്ട് ചെയ്യണം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇട്ടേക്കാം. അപ്പോൾ നമുക്കിനി വേറെ താമസമൊന്നുമില്ല, നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കിട്ടിയത് ഫുള്ള് മാറ്റ് ഗ്രേ വരുന്ന ഒരു മോഡലാണ്. ഇതിൽ തന്നെ ഒരുപാട് ഏകദേശം 7ഓളം കളർ ഓപ്ഷൻസ് കമ്പനിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാം. പ്രൈസും ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ മാറ്റ് ഗ്രേ മോഡലാണ് നമുക്കിപ്പോൾ കറന്റ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണെന്ന് തന്നെ പറയാം. അതായത് ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഞാനിന്ന് നമുക്ക് ഡീറ്റെയിൽ പറയാനായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വൈസർ മഡ് ഗാർഡ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് റൗണ്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡിസൈൻ വരുന്നത്. പഴയ മോഡലിനേക്കാളും ഏകദേശം 20ഓളം മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് കൊടുക്കാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വൈസർ, ഹെഡ്ലൈറ്റ് യൂണിറ്റ് മൊത്തം മാറിയിരിക്കുകയാണ്. ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നതാ. വൈസർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഗ്ലാസിൻ്റെ താഴെ വരുന്ന വൈസർ പോർഷൻ ഫുള്ള് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റും മാറിയിട്ടുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കണ്ടില്ല, ഇതുപോലെ ഫുൾ LED സ്ട്രിപ്പാണ് രണ്ട് സൈഡിലും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കും വരും. ഇതിപ്പോൾ ഞാൻ ഓണാക്കിയിരിക്കുകയാണ്. ഇഗ്നിഷൻ ഓണായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് കത്തും. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഡിമ്മിലും ബ്രൈറ്റിലും നമുക്ക് ഈ പ്രാവശ്യം LED ലൈറ്റ്സ് ആണ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഹെഡ്ലൈറ്റ് ലൈറ്റ് യൂണിറ്റ് എന്ന് മാത്രമല്ല, മൊത്തം ഈ പോർഷൻ മൊത്തം പുതിയൊരു ഡിസൈനാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഓൾറെഡി വരുന്നുണ്ട്. ഇതിന് മുന്നത്തെ മോഡൽ വന്നിരുന്ന സെയിം സസ്പെൻഷൻ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും സസ്പെൻഷനിലെ കാര്യങ്ങളിലൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് മഡ് ഗാർഡും ബോഡി കളറായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന വണ്ടിയുടെ കളർ ഏതാണോ ആ കളറിൽ തന്നെ നമുക്ക് മഡ് ഗാർഡും ലഭിക്കുന്നതാണ്. അതിന് താഴേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് സേഫ്റ്റിക്കായിട്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് 240 mm ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള നിസിൻ്റെ കാലിപ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 80, 100, 18 സീരീസുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ലഭിക്കുന്നുണ്ട്. മാറ്റ് ഗ്രേ കളറിലുള്ള അലോയ് വീലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് കണ്ടോ, 80, 100, 18 സീരീസിലുള്ള ട്യൂബ്ലെസ് ടയറാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. ബാക്ക് സൈഡ് ടയറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ബാക്ക് സൈഡിലേക്ക് കറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വാഹനം നിങ്ങൾ കണ്ടിട്ടാണ്. ഇതൊരു 125cc സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം സെയിലുള്ള മോഡലാണ്. ഹോണ്ടയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി, സർവീസ് ബാക്കപ്പ് എല്ലാം തന്നെ, അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും അധികം മൈലേജും ഡ്രൈവിംഗ് കംഫോർട്ടും ലഭിക്കുന്ന ഒരു മോഡലാണ്. പഴയ മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക, ഗിയർ വീഴാത്ത ഇഷ്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നോന്ന ഇഷ്യൂസൊക്കെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ അതെല്ലാം റിഫൈൻ ചെയ്തിട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട്. പുതിയ മോഡൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, യാതൊരു പ്രശ്നങ്ങളും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1285 mm ആണ്. 160 mm ആണ് ക്ലിയറൻസ്. ടോട്ടൽ വെയിറ്റ് 116 കിലോയാണ് വരുന്നത്. SP125 നമ്മുടെ എന്താ പറയുക, ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞല്ലോ, 11.6 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞത്. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. OBD2 സെൻസർ അവൈലബിൾ ആണ്. എന്താ പറയുക, 2 ലിറ്ററോളം ഫ്യൂവൽ നമുക്ക് റിസർവ് സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെയും ഇഞ്ചക്ടറിൻ്റെ എല്ലാം സേഫ്റ്റി കേട്ടിട്ട് നല്ല വലിപ്പമുള്ള, വീതിയുള്ള, നല്ല അടിപൊളി, നല്ല കുഷനിങ് ഉള്ള സീറ്റാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത് വെച്ചാൽ ഫ്രണ്ട് പോർഷനിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആദ്യമേ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് ക്യൂബ് മൊത്തം മാറിയിരിക്കുകയാണ്. യൂണിക്കോണിൽ കണ്ട പോലെ തന്നെ സെയിം ടു സെയിം പാസ് ബട്ടണും എന്താ പറയുക ഡിം ബ്രൈറ്റ് സ്വിച്ചും വരുന്നുണ്ട്. ഈ ഒരു 4 സ്വിച്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനാണ്. ഇൻഡിക്കേറ്റർ, ഹോണ്ട സ്വിച്ച് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സെയിം ടു സെയിം മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി ഹാൻഡിൽ ഇതിലും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ സ്വിച്ച് ക്യൂബ് മാറിയിട്ടുണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ച് എടുത്ത് മാറ്റിയിട്ട് എന്താ പറയുക, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും എന്താ പറയുക സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൂടി ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റർ യൂണിറ്റായിട്ട് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ കീ ഒന്ന് കാണിച്ചു തരാം.
നമ്മുടെ ഹോണ്ട ഷൈനിലൊക്കെ ആദ്യം ലഭിച്ചിരുന്ന പോലത്തെ സെയിം ടു സെയിം കീ ആണ് ഈ പ്രാവശ്യം നമുക്ക് SP125 ഫുൾ ഓപ്ഷൻ ഡിജിറ്റൽ മീറ്റർ വരുന്ന വാഹനത്തിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. മൾട്ടി കളർ TFT മീറ്ററാണ് ലഭിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 10x10 നാവിഗേഷൻ, കോൾ, SMS, വാട്സപ്പ് അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് USB ചാർജിങ്ങിനുള്ള ഓപ്ഷനും പുതിയ SP125 മീറ്ററിൽ ലഭിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫ്യൂൽ ഗേജ് വരുന്നത്. താഴെ വരുന്നത് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് സ്പീഡോമീറ്റർ കാണാം, ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ കോളിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്വിച്ചസ് ഞെക്കുമ്പോൾ നമുക്ക് ഒത്തിരി കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ മീറ്ററിൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ പറയുക, ബ്രൈറ്റ്നസ്, കളർ, അതുപോലെ തന്നെ തീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ സ്വിച്ച് ക്യൂബിലാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഒന്നുകൂടി ക്ലോസ് ആയിട്ട് പിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ട്രിപ്പ് ചേഞ്ച് ചെയ്ത് കണ്ടിരിക്കണ്ടോ, ട്രിപ്പ് AB മാറി. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട് മേളിൽ. അതിന് തൊട്ട് മുകളിലായിട്ട് ചെറിയതായിട്ട് മഞ്ഞ കളറിൽ കണ്ടോ സൈഡ് സ്റ്റാൻഡ് നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ ഓപ്ഷൻസായിട്ട് ടോട്ടൽ ഫ്യൂവലും പിന്നെ ഫ്യൂൽ റേഞ്ച്, ഉള്ള ഫ്യൂവൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ ഇതിന് മുന്നത്തെ മോഡലിൽ ഉണ്ടായിരുന്നില്ല. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുണ്ട്. കണ്ടോ, താഴേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട്, ജനറൽ സർവീസ്, പിന്നെ സർവീസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇക്കോ ഇൻഡിക്കേറ്റർ, അതെല്ലാം നമുക്ക് ഓൺ ഓഫ് ആക്കി ഇടാൻ പറ്റും. ഒരുപാട് പരിപാടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. തീം, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ മീറ്ററിൻ്റെ തീംസ് ഒരു 4-5 തീംസ് വരുന്നുണ്ട്. നമുക്ക് ആവശ്യം പോലെ തീം മാറ്റിയിടാൻ പറ്റും. ലൈറ്റ്, ഓട്ടോ, ഡാർക്ക് എല്ലാം ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ ഒരു മീറ്ററിൽ കാണുന്ന പ്രകാശം നമുക്ക് ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യം പോലെ കൂടുകയും കുറയുകയും ചെയ്തോളും. നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി സ്കൂട്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഈ വാഹനം എന്താ പറയുക, വളരെ മികച്ച മാറ്റങ്ങളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. വേറെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നുണ്ട്. റിയർ സൈഡും എൻജിൻ സൈഡിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞു തരാം. ഇനി നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 123 cc ആണ്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം പവർ വരുന്നത് നമുക്ക് 8 kW ആണ്. മാക്സിമം ടോർക്ക് 10.9 Nm ആണ്. 125 cc മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്കൊരു 60-65 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടുന്നതാണ്. ടോപ്പ് സ്പീഡ് ഒരു 85-90 ടോപ്പ് സ്പീഡിൽ വരെ നമുക്ക് ഈ വാഹനം ഓടിച്ചു കൊണ്ടുനടക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ചെയിൻ കവർ വരുന്നത് ഫൈബർ മെറ്റീരിയലിലാണ്. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാരി ഗാർഡ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. റിയർ സൈഡ് സസ്പെൻഷൻ സ്പ്രിംഗ് ലോഡറാണ്. സസ്പെൻഷൻ്റെ ടെൻഷൻ, സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്കൊരു ആവശ്യം പോലെ ഒരു 3 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റും മാറിയിട്ടുണ്ട്. റിയർ സൈഡ് ടയർ ചേഞ്ച് ആയിട്ടുണ്ട്. ടയർ സൈസ് ഇതിന് മുന്നേ വന്ന ടയറിനേക്കാളും 10 mm വീതി കൂടിയിട്ടുണ്ട്. ഞാൻ ടയറിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കേട്ടോ, 100-80-18 സീരീസാണ്. ഇതിന് മുന്നേ 90-80-18 ആയിരുന്നു. ടയർ കുറച്ചുകൂടി വണ്ണുള്ള ടയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കാണാൻ ലുക്കായിരിക്കും, ഓടിച്ചു നടക്കാനും എന്താ പറയുക കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ബാക്ക് സൈഡ് ബ്രേക്ക് പഴയ തന്നെയാണ്. 130 mm ഡ്രം ബ്രേക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിങ്ക് ബ്രേക്കിംഗ് സപ്പോർട്ടുണ്ട്, കോമ്പി ബ്രേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രേക്കിംഗ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നല്ലതാണ് അതിൻ്റെ കറക്റ്റ് മാറ്റം എന്താണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഐഡിയൽ കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. തീരെ സൗണ്ട് ഇല്ല. അതുപോലെ വൈബ്രേഷനും കമ്പാരിറ്റീവ്ലി പഴയ മോഡലുകൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. വൈബ്രേഷൻ കുറവാണ്. കൂടാതെ ഇതിന് 2 ഓക്സിജൻ സെൻസർ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ സൈലൻസറിൻ്റെ ഗ്രിപ്പിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് കാറ്റലിക് കൺവേർട്ടറിൻ്റെ തൊട്ട് ചേർന്നും ഒരു ഓക്സിജൻ സെൻസർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ECU അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് 1.27 ആണ്. നിങ്ങളിൽ ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വാഹനം ഫിനാൻസിട്ട് ഇറക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഹോണ്ട ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്